ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞാനത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഒരു അടിപൊളി മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റം മാക്സിമം പോയാൽ അടുത്ത 1 മണിക്കൂർ വരും. അതിനുശേഷം വേണമെങ്കിൽ മാർക്കറ്റിന് റേഞ്ചായി ഇരിക്കാവുന്ന ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, പ്രീ മാർക്കറ്റ് വീഡിയോയിൽ. സോ നമ്മുടെ നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, പിന്നെ S3 നമ്മുടെ S3 ആണ് 23,990 എന്ന് പറഞ്ഞാൽ ആ S3യുടെ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു. നേരെ ഓപ്പൺ ചെയ്ത് S2ൻ്റെ അവിടെ നിന്ന് നേരെ S3 പോയി കിടന്ന് കളിച്ചു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നേരെ ഓപ്പൺ ചെയ്ത് S1നും S2നും ഇടയ്ക്ക് അതിൽ S3യുടെ ഭാഗത്തേക്ക് പോകാൻ ഒരു സമയം ട്രൈ ചെയ്തെങ്കിൽ കൂടെ പ്യുവർലി S1 S2 എന്ന് പറഞ്ഞ് ആ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. പ്യുവർലി ഒരു നോർമൽ ഡേ. ബാങ്ക് നിഫ്റ്റിക്ക് നോർമൽ വേരിയേഷൻ അപ്പ് ഉണ്ട്, കാരണം അത് ബാങ്ക് നിഫ്റ്റി ചെറിയൊരു മോളിലോട്ട് വന്ന് ഓൾമോസ്റ്റ് നിയറിംഗ് ടു ദ ടാർഗറ്റ് വന്നായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. പക്ഷേ അത് എത്താതെ തിരിച്ച് വന്നു. നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റിക്ക് പ്യുവർലി ബാലൻസ് ഡേ ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് വന്ന അമേരിക്കൻ മാർക്കറ്റിന് പ്രധാനപ്പെട്ട ഡേറ്റയായ GDP വളരെയധികം പോസിറ്റീവാണ്. കണ്ടിന്യൂസ് ജോബിലൈസ് ക്ലെയിം കുറഞ്ഞു, കോർ PCE പ്രൈസസ് കുറഞ്ഞു, GDP സെയിൽസ് കൂടി, ഇനീഷ്യൽ ജോബിലൈസ് ക്ലെയിം കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ ഫെഡ് മാനുഫാക്ചറിങ്, അതായത് ഫിലാഡൽഫിയുടെ ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വന്ന് -16.4 ആണ്. അതായത് ഒരു എക്കണോമിക് കോൺട്രാക്ടിങ് ആണ്. മാനുഫാക്ചറിങ് ഒരു വർക്കും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ക്വാർട്ടർ റിസൾട്ട് മാനുഫാക്ചറിങ് കമ്പനിയുടെ റിസൾട്ടൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാനുഫാക്ചറിങ് ഇൻഡെക്സ് വെച്ചിട്ടാണല്ലോ റിസൾട്ട് കമ്പനികളുടെ പോസിറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ മാനുഫാക്ചറിങ് കുറയുകയാണെങ്കിൽ ആ കമ്പനികൾക്ക് സംബന്ധിച്ച് വളരെ നെഗറ്റീവായുള്ള കാര്യങ്ങൾ സംഭവിക്കാമാണ്. പിന്നെ വൈകിട്ട് വന്ന എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് കുറച്ച് കൂടിയിട്ടുണ്ട്, ലീഡിങ് ഇൻഡെക്സും കുറച്ച് കൂടി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ ഒരേ ഒരു നെഗറ്റീവ് ന്യൂസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വന്നത് പോസിറ്റീവ് ന്യൂസാണ്. GDP വളരെ പോസിറ്റീവ്, 2.8 3.1 ആണ് പ്രതീക്ഷിച്ചത്. 3 GDP കുറയും, 2.8 ആവും എന്ന് പറഞ്ഞത് 3.1 വന്ന് പ്രതീക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് വളരെ പോസിറ്റീവായ കാര്യമായി വന്നാൽ ഡൗ ജോൺസ് കയറി ആയിരുന്നു. ഡൗ ജോൺസ് കൃത്യം പറഞ്ഞാൽ 244 പോയിന്റ് പ്ലസ് നിൽക്കുകയാണ് ഡൗ ജോൺസ്. അതേപോലെ നാസ്ഡാക്കും കൃത്യം പറഞ്ഞാൽ നാസ്ഡാക്കും ചെറിയൊരു 95 പോയിന്റ്സ് പ്ലസ് നിൽക്കുകയാണ്. നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്ന 24,030 ഭാഗത്ത് ഗിഫ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു ഗ്യാപ്പ് ദഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്ന അവസരമാണ്. സോ നമുക്ക് ബാക്കിയുള്ള ലെവൽസിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. മാർക്കറ്റ് പ്രൊഫൈൽ വരെ നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ബാങ്ക് നിഫ്റ്റി പ്യുവർ ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. പക്ഷെ അത് ടാർഗറ്റ് തന്നില്ല. 51,970 ടാർഗറ്റ് വരേണ്ടത് 51,933 ആ ഭാഗം വരെ പോയായിരുന്നു. POS നിൽക്കുന്ന 51,630 ഭാഗത്താണ് POS നിൽക്കുന്നത്. നേരെ സ്ട്രൈറ്റ് നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയുടെ ഭാഗത്ത് തന്നെയാണ് അവൻ്റെ POS ഫോം ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസ് ഇപ്പോഴും ഓർത്തുകൊള്ളുക. 51,935 മുകളിൽ നിന്നാൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ POS ആദ്യം മാർക്ക് ചെയ്യാം. 51,630 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POS. ഞാൻ ആ POS ഒന്ന് എഴുതിയിരിക്കട്ടെ. POS എന്ന് പറയുമ്പം 51,630. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ടൈപ്പ്. ഡേ ടൈപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. സോ 51,933 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ആദ്യം ബുള്ളിഷ് വേർഷൻ എഴുതിയിരിക്കുക, ബുള്ളിഷ് റെഫറൻസ്. അതിൻ്റെ കളർ ഞാൻ കൊടുക്കാം. POSയുടെ കളർ കൊടുത്തിട്ടുണ്ട്. POSയുടെ കളർ എന്താണ്? മഗ്നീറ്റ. അത് ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 51,475 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ്. 51,475 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 51,475 ആണ് എന്നെ സംബന്ധിച്ചുള്ള 51,475 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. സോ മാർക്കറ്റ് ബുള്ളിഷും അറിയാം, ബെയറിഷും അറിയാം. ഇനി നമുക്ക് നോക്കേണ്ടത് മുകളിലോട്ട് പോയാൽ 51,930 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POSയിൽ, അതായത് ഈ ഒരു HBN സോൺ അല്ലെങ്കിൽ 52,164 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 52,164 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ R1. ഓക്കെ, R1 52,164. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് എന്താണ്?
52,270 52,270 എത്രയാണ്? 52,270 വരാൻ പോണം. ഫസ്റ്റ് 52,270 അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഇന്നലത്തെ POC ആയ 52,380. ഓക്കെ, 52,380 52,380 ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ മുകളിലോട്ടുള്ള പ്രയാണം. ക്ലിയർ ആയല്ലോ? സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 51,475 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 51,340 എന്ന് പറഞ്ഞ ഈ ഭാഗം ഫസ്റ്റ് ടാർഗറ്റ് 51,340. ആ S1 എന്ന് പറയുമ്പം 51,340 വരാൻ ഫസ്റ്റ്. അതിന് അടുത്ത വരുന്ന എത്രയാണ്? അടുത്ത വരാൻ പോകുന്നത് S2 എന്ന് പറയുമ്പോൾ 51,168 51,168 ആണ് അടുത്ത വരാൻ പോകുന്നത് S2. അതിന് താഴെ അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 51,005. അതാണ് ST 51,005. പഴയ ഒരു വിർജിൻ POC ആണ് 51,005. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. ഇതാണ് 51,005 കണ്ടല്ലോ. സോ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ മുകളിലോട്ടും താഴോട്ടുമുള്ള മൂവ്മെൻറ്റം ഇതാണ്. മുകളിലോട്ട് പോയാൽ താഴോട്ട് പോയാലും ഈ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത വരാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റി എങ്ങനെ സംഭവിച്ചു. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മനസ്സിലാക്കാൻ പറ്റും. പ്യുവർലി ഒരു ബാലൻസ് ആയിരുന്നു നിഫ്റ്റി. കണ്ടോ, പ്യുവർലി ഒരു ബാലൻസ് ആയിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു, മാർക്കറ്റ് ഒരു സ്ഥലത്തും പോവാതെ കൃത്യമായിട്ട് കളിച്ചു. ഒരു പ്യുവർലി ബാലൻസ് ആണ്. സോ 24,100 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. നിഫ്റ്റിയുടെ എത്രയാണ്? ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 24,100 ആണ് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. എന്താണ്? സോറി, ബെയറിഷ് അല്ല, മാറിപ്പോയി, ബുള്ളിഷ് റെഫറൻസ് 24,100 ആണ് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഇന്നത്തെ POC വന്നിരിക്കുന്നത് 24,011 ഭാഗത്താണ് POC. അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. കണ്ടോ, 24,011 നിഫ്റ്റിയുടെ POC. സോ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട POC ക്ലിയർ ആയല്ല. POC 24,011. അടുത്ത നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഇന്ന് വന്നല്ലോ 23,910 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 23 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,910 ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ്. ഇനി ഓർക്കേണ്ടത് 23,910 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,790. അതിന് താഴെ 23,790 ഉള്ളൂ സപ്പോർട്ട്. ഓർത്തോളുക, 23,790 ആണ് എന്നെ സംബന്ധിച്ചുള്ള ES1. ഓർത്തോളുക. അതിന് താഴെ ES2 എന്ന് പറയുമ്പം നേരെ എവിടെ വരാം? S2 എന്ന് പറയുമ്പോൾ 23,728. ഓക്കെ, 728. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഒരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ 23,728 ആണ് എന്നെ സംബന്ധിച്ചുള്ള ES2. ക്ലിയർ ആയല്ലോ? ഇനി താഴേക്ക് അടുത്ത് നോക്കേണ്ടത് മുകളിലോട്ട് 24,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,150. 24,150 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. ക്ലിയർ ആയല്ലോ? R1 എത്രയാണ്? 24,150. ക്ലിയർ, 150 ആണ്. സോ അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിനടുത്ത് വരാൻ പോകുന്ന 24,150 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,200 24,200 ആണ് R2. എത്രയാണ്? 24,200. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറഞ്ഞത് ഇന്നലത്തെ POC ആയ 24,274 ഭാഗത്തേക്കും പോകാം. 24,274 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, നമ്മുടെ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം വന്നാൽ, ഇന്ന് പ്രത്യേകിച്ച് സെല്ലിങ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇന്നത്തെ നിഫ്റ്റിയിൽ നിങ്ങൾ ഡെൽറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊതുവേ ഇന്നൊരു മാർക്കറ്റിലൊരു വോളിയം വന്നതിന് ശേഷം നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു പ്ലെയറും ഇല്ല. നിങ്ങൾ നോക്കുക, നിഫ്റ്റിയുടെ വെറും ഡെൽറ്റ -1960.
ബാങ്ക് നിഫ്റ്റി ഡാറ്റ -1420. ചുരുക്കി പറഞ്ഞാൽ പ്യുവർലി ലോക്കൽസിന്റെ പ്ലേ ആയിരുന്നു. ഗ്യാപ് ഡൗൺ വന്നു, അതങ്ങ് അവസാനിച്ച് പോയതല്ലാതെ വലിയൊരു ഗ്യാപ് ഡൗൺ മൂവ്മെന്റ് ഒന്നും വലിയ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറിയും കൂടെ ആയാലും 24,000 പുട്ട് റേറ്റിംഗ് വളരെ കൂടുതലായിരുന്നു. ആ ഭാഗത്ത് തന്നെ നിഫ്റ്റിയെ കൊണ്ട് ഫ്യൂച്ചർ ക്ലോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു ഒരു എന്താണ് ഉറക്കം തൂങ്ങിയ ദിവസമായിരുന്നു. ഇന്നലെ ക്യാരി ചെയ്ത പൊസിഷൻസ് ഒക്കെ നല്ല പ്രോഫിറ്റിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള കൗണ്ടക്സ് ട്രേഡിംഗ് വെച്ചുള്ള ലൈവ് ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പുതിയ ബാച്ച് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ ഇൻഡക്ഷൻ ഉടനെ തുടങ്ങും. സോ ചേരാൻ ഇതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യണം, നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് സപ്പോർട്ട് വേണം, നമുക്ക് ട്രേഡൊക്കെ കോപ്പി ചെയ്ത് ട്രേഡ് ചെയ്യണം, എൻ്റെ കോണ്ടക്സ്റ്റുകളൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. സോ നാളെ മാർക്കറ്റ് ഒന്നുകിൽ ഒരു റേഞ്ചിലോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മൊമെന്റോ തരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ബുള്ളിഷും ബെയറിഷും റെഫറൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിന് മുകളിൽ വളരെ രീതിയിൽ ഒരു ഹൈ അല്ലെങ്കിൽ ലോ പൊട്ടി നല്ലൊരു മൊമെന്റം വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ എല്ലാവർക്കും ഇതിൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ യൂട്യൂബ് അൽഗോരിതം വർക്കാവുള്ളൂ. സോ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.